ശക്തമായ മഴ കോട്ടയം ജില്ലയിൽ ഇന്ന് ഒരിടത്തും തന്നെ പെയ്തിട്ടില്ല. കോട്ടയം താലൂക്കിൽ നേരിയ തോതിലുള്ള മഴ ലഭിച്ചത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി സ്ഥിതിയൊക്കെ ശാന്തമാണ് എന്ന് പറയേണ്ടി വരും. മീനച്ചിലാറിലെയും മണിമലയാറിലുമൊക്കെ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളക്കെട്ട് പലയിടത്തും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാല, ഈരാറ്റുപേട്ട, കുറവിലങ്ങാട് ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ വളരെയധികം രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശ്വാസകരമായ കാര്യമാണ് കോട്ടയത്തെന്ന് പറയാനുള്ളത്. എങ്കിൽ കൂടി ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളായ ഇലവിഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമല, അരുവി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കുള്ള പ്രവേശന വിലക്ക് ഇന്നും തുടരും. എന്നാൽ ഏറ്റവും അധികം ആശങ്കയായി നിലവിൽ നിൽക്കുന്നത് എന്ന കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്ത് ഉണ്ടായ ഉരുൾപൊട്ടലാണ്. ആ ഉരുൾപൊട്ടലിലുണ്ടായ വെള്ളം നേരെ എത്തിയത് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളിലേക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഐമനം പഞ്ചായത്തിലെ 12-ാം വാർഡ് മരിയാതുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലവെള്ളം എത്രത്തോളം എത്തി, അത് താഴ്ന്ന പ്രദേശങ്ങൾ എത്രത്തോളമാണ് ആശങ്കയിലാക്കിയിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വീടെന്ന് പറയുന്നത്. ഈ പ്രദേശം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ കാണുന്ന തൂണ് വരെ ഏകദേശം ഇവിടെ പറമ്പായിരുന്നു, കരയായിരുന്നു. എല്ലാ വെള്ളപ്പൊക്കം വരുമ്പോഴും ഓരോ ഭാഗം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് അങ്ങേറ്റുന്നിട്ട് അവിടെ വരെ ഇടിഞ്ഞുക. ഇവിടെ ഇടിച്ചിട്ടത് പിന്നെ ഇതായത് പ്രശ്നമില്ലായിരുന്നു. സാധാരണ മഴയത്തൊക്കെ കര ഇടിയുന്നത് ഇവിടെ പതിവാണ്. തുടർന്ന് ഇവർ ഇറിഗേഷൻ വകുപ്പിനെ സമീപിച്ചു. അതിനുശേഷം ഇറിഗേഷൻ വകുപ്പ് ഏകദേശം 25 ലക്ഷം രൂപ കരിങ്കല്ല് കെട്ടുന്നതിന് വേണ്ടി പണം അനുവദിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കരിങ്കല്ല് കെട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ മാസത്ത് ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ എത്തിയ മലവെള്ളം അത് ഈ ഭാഗത്തൊക്കെ കയറുകയായിരുന്നു. ഏകദേശം നിലവിൽ ഇവിടെ കാണുന്നത് പോലെ ഏകദേശം വീടും ആറുമായി തമ്മിലുള്ള നീളമെന്ന് പറയുന്നത് കേവലം 1.5 മീറ്റർ മാത്രമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. എന്തായാലും ആകെ 3 പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അതിൽ ഒരു ഭിന്നശേഷിക്കാരിയായ മകളുമുണ്ട് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം.